അലൈക്കും വറഹ്മത്തുള്ളാ. ഇമ്രഅത്തുൻ ഖാലിദ, സച്ചരിതയായ സ്ത്രീ. പണ്ട് പണ്ട് ഇറാഖിലെ ബാഗ്ദാദിൽ നുസൈബ എന്നു പേരുള്ള സുന്ദരിയും സുശീലയുമായ ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. ഒരു ദിവസം കയ്യിലൊരു കോപ്പ ചായയുമായിട്ട് തൻ്റെ പിതാവിൻ്റെ സമീപത്ത് അവളെത്തി. പിതാവ് അപ്പോൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേജുകൾ നുസൈബയുടെ കണ്ണിലുടക്കി. അവൾ ഉപ്പയോട് ചോദിച്ചു, ഉപ്പ, എന്താണ് നിങ്ങൾ വായിക്കുന്നത്? ഉപ്പ പറഞ്ഞു, മകളെ, ആണുങ്ങൾ മാത്രം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത സമയത്ത് അടർക്കളത്തിൽ പോരാടിയ ഒരു ധീര വനിതയുടെ കഥയാണ് ഞാനിപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾക്കൊരു സംശയം, ഉപ്പ, ഈ ശക്തി കുറഞ്ഞ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ബലവാന്മാരായ പുരുഷന്മാരോടൊപ്പം പോരാടാൻ കഴിയുന്നത്? ഉപ്പ പറഞ്ഞു, മകളെ, ബദർ യുദ്ധം നടക്കുന്ന സമയം സഹാബികളൊക്കെ യുദ്ധത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചുറ്റും അവരിങ്ങനെ തിക്കും തിരക്കി കൂട്ടിയിരിക്കുകയാണ്. അപ്പോഴാണ് നുസൈബക്കും ഒരു തോന്നൽ, നമ്മൾ സ്ത്രീകൾക്കെന്താ യുദ്ധം ചെയ്തുകൂടെ? അല്പം കഴിഞ്ഞ് തൻ്റെ കൂട്ടുകാരികളെയും കൂട്ടി പുരുഷന്മാർക്ക് പിന്നാലെ അവളും യുദ്ധക്കളത്തിലേക്ക് നീങ്ങി. അവിടെ പരിക്കേറ്റ ആളുകളെയൊക്കെ തൻ്റെ ടെൻറ്റിൽ വെച്ച് മഹദി പരിശോധിച്ചു. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. തുടർന്ന് പല യുദ്ധങ്ങളിലും മഹദി പങ്കെടുക്കുകയും ചെയ്തു. പിതാവ് ഇങ്ങനെ കഥ പറയുന്നതിനിടയിലാണ് നുസൈബയുടെ സഹോദരനായിട്ടുള്ള അമ്മാറ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അമ്മാറയോട് നുസൈബ് ചോദിച്ചു, പിതാവ് ഇന്ന കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിനക്കറിയുമോ ആരെക്കുറിച്ചാണ് പിതാവ് പറഞ്ഞത്? പിതാവ് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാം എന്ന് പിതാവ് പറഞ്ഞിട്ടുണ്ട്, നിനക്കറിയുമോ എന്ന് നുസൈബ് ചോദിച്ചു. അപ്പോൾ അമ്മാറ പറഞ്ഞു, ഓ, അത് വളരെ സുഖമാണല്ലോ. ഈ മഹദിയുടെ പേര് നിൻ്റെ ഉമ്മയുടെ വിളിപ്പേരാണ്. ഈ മഹദിയുടെ വിളിപ്പേര് നിൻ്റെ ഉമ്മയുടെ വിളിപ്പേരാണ്. അമ്മാറയാണ് പറയുന്നത്, നുസൈബയുടെ സഹോദരൻ. ഈ മഹദിയുടെ വിളിപ്പേര് നിൻ്റെ ഉമ്മയുടെ വിളിപ്പേരാണ്. അതുപോലെ ഈ മഹദിയുടെ യഥാർത്ഥ നാമം നിൻ്റെ പേരുമാണ്. അല്ലയോ? അത് പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, ഈ മഹദിയുടെ കുഞ്ഞത്ത് അഥവാ വിളിപ്പേര് ഉമ്മ അമ്മാറ എന്നാണെന്നും അതുപോലെ യഥാർത്ഥ പേര് നുസൈബ എന്നാണെന്നും. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട അർത്ഥങ്ങളൊന്ന് നോക്കുക. ഫതാത്ത് യുവതി, ഫിൻജാൻ കോപ്പ, ഇൻഹ മുഴുകുക, കഹുവ കാവ, വഹബ സമർപ്പിക്കുക, തഫാന സ്വയം നശിക്കുക നന്മയിൽ, സന്ന സുഖകരമാവുക, നാസല പോരാടുക, ഖതറ സംഭവിക്കുക, തദാഫ തിരക്ക് കൂട്ടുക, സിലാഹ് ആയുധം, റഹ ആസുകല്ല്, ദാറ ചുറ്റുക, ബാസിലത്ത് ധീരയായ, സുല്ലത്ത് അല്പം, ഹമാവത്തീസു എന്ന് പറഞ്ഞാൽ അവിടെ യുദ്ധം കൊടുമ്പിരി എന്നർത്ഥം, അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുക, ജറഹ പരിക്കേൽക്കുക, മുവാസാത്ത് ആശ്വസിപ്പിക്കുക, തത്ബീബ് ചികിത്സ, തൽമീദ് മുറിവൊക്കെ വെച്ച് കെട്ടുക, ഇസ്ആഫ് മരുന്ന് പുരട്ടുക, അജ്ഹദ പരിശ്രമിക്കുക, തഅറുഫ് ബോധമുണ്ടാക്കുക, തെംബ്രീദ് ചികിത്സിക്കുക, ഹൈമ ടെൻറ്റ്, തറദ്ദദ വന്നു പോവുക, തമാറസ അഗ്രഗണ്യാവുക, ഇലാജ് ചികിത്സ, സ്വതറ ഉണ്ടാവുക, തദമ്മർ ആക്ഷേപം, കലൽ ക്ഷീണം, ഇഷ്ടപ്പെടുക, നാഫിദത് ജനൽ, സോഗ ശ്രദ്ധിക്കുക, ഫുല്ല എന്ന് പറഞ്ഞാൽ കീറിപ്പോവുക എന്നർത്ഥം, അർദഫ തുടരുക, ദഹ്ഷത്ത് അമ്പരം. ഓക്കെ, ഇനി നമുക്ക് കഥ വായിക്കാം. ദഖലത്ത് ഇമ്രഅത്തുൻ ഖാലിദ, സച്ചരിതയായ സ്ത്രീ. ദഖലത്തിൽ ഫതാത്തു, യുവതി അഥവാ നുസൈബയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. യുവതി പ്രവേശിച്ചു അല അബിഹ, തൻ്റെ പിതാവിൻ്റെ മേൽ, ഫി ഖുർഫത്തി പിതാവിൻ്റെ റൂമിലേക്ക്, വബിയദിഹ അവളുടെ കയ്യിലുണ്ട്, ഫിൻജാനും മിനൽ ഖഹ്വ കാവയുടെ ഒരു കോപ്പയുണ്ട്. ഫോ വജദത്ത് അപ്പോൾ അവളെ എത്തിച്ചു, ഹു തൻ്റെ പിതാവിനെ, മുൻഹമിക്കൻ അവൻ മുഴുകിയവനായിട്ട്, ഫി ഖിറാഅത്തി കിതാബിൻ ഒരു പുസ്തക വായനയിൽ മുഴുകിയവനായിട്ട് തൻ്റെ പിതാവിനെ കണ്ടു, ബൈനദേഹി തൻ്റെ മുമ്പിലുള്ള ഒരു കിതാബ് പിതാവ് ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അൽഖത്ത് അലൈഹിസ്സലാം അവൾ പിതാവിൻ്റെ മേൽ സലാം പറഞ്ഞു, വലാത്തിൽ ഫിൻജാൻ ആ കോപ്പ വെച്ചു, ബിജാനബിഹി പിതാവിൻ്റെ അടുത്ത്, വസഅലതുഹു തൻ്റെ പിതാവിനോട് ചോദിച്ചു, മാതാ തഖറഉ യാ അബി, ഉപ്പ നിങ്ങൾ എന്താണ് വായിച്ചു കൊണ്ടിരിക്കുന്നത്? ഖാല അബൂഹ അവളുടെ ഉപ്പ പറഞ്ഞു, അഖറഉ ഞാൻ വായിക്കുന്നു, കിസ്സത ഇംറഅത്തിൻ സ്വഹാബിയത്തിൻ ഒരു സ്വഹാബിയായ വനിതയുടെ കഥ, തഖയ്യത്തിൻ ഒരു മുത്തഖയായിട്ടുള്ള, മിൻ നിസാഇൽ അൻസാരി ഫിൽ മദീനത്തിൽ മുനവ്വറ മദീനത്തിൽ മുനവ്വറയിലെ അൻസാരി സ്ത്രീകളിൽപ്പെട്ട
മുത്തഖയായ ഒരു സ്വഹാബി വനിതയുടെ കഥയാണ് ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്നത്. ആമനത്ത് ബി റബ്ബിഹ, അവൾ തൻ്റെ റബ്ബിൽ, അവളുടെ റബ്ബിൽ വിശ്വസിച്ചു. വഹബത് നഫ്സഹ, അവളുടെ സ്വശരീരത്തെ അവൾ നൽകി, അവൾ സമർപ്പിച്ചു. ലഹിദ്മത്ത് ദീനിഹ, അവളുടെ ദീനിൻ്റെ സംരക്ഷണത്തിന്, സേവനത്തിന്. വത്തഫാനത്ത്, അവൾ സ്വയം നശിച്ചു. ഫി നുസ്രത്തിൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും തങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, സഹായിക്കാൻ വേണ്ടിയിട്ട് സ്വയം നശിച്ചു. വശാറക്കത്ത്, അവൾ പങ്കെടുത്തു. ഫിൽ അദീദി മിനൽ മആരിക്കിൽ ജിഹാദിയ, ഒരുപാട് യുദ്ധങ്ങളിൽ, അദീദ് എന്ന് പറഞ്ഞാൽ ഒരുപാട് യുദ്ധങ്ങളിൽ മഹദി പങ്കെടുക്കുകയും ചെയ്തു. കാലത്തിൽ ഫതാത്ത്, അപ്പോൾ യുവതി ചോദിച്ചു, കൈഫ തസന്നലഹ, എങ്ങനെയാണ് അവൾക്ക് സുഖകരമായത് അല്ലെങ്കിൽ എളുപ്പമായത്? എന്ത് ദാലിക്ക, ഇത് ഈ പറഞ്ഞ യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് എങ്ങനെയാണ് മഹദിക്ക് എളുപ്പമായത്? ഏതവസ്ഥയിൽ വഹിയ, അവൾ ഇമ്രഅത്തുൻ, ഒരു സ്ത്രീയാണ്. ലാ തഅരിഫു, അവൾക്കറിയില്ല. ഫുനൂനൽ ഖിതാലി, യുദ്ധത്തിൻ്റെ കലകളെക്കുറിച്ച് അവൾക്കറിയില്ല. വലാ തഖ്വ അലാ മുനാസലത്തി റിജാലി, വലാ തഖ്വ, അവൾക്ക് ശക്തിയില്ല, അവൾ ശക്തി പ്രാപിച്ചിട്ടില്ല. അലാ മുനാസലത്തി റിജാലി, സ്ത്രീകളോട് പുരുഷന്മാരോട് കൂടി യുദ്ധം ചെയ്യാൻ മാത്രം അവൾക്ക് ശക്തിയുമില്ല. എന്നിട്ടും അവൾക്ക് എങ്ങനെയാണ് യുദ്ധം ചെയ്യാൻ വേണ്ടി സുഖകരമായത്, യുദ്ധം ചെയ്യാൻ കഴിഞ്ഞത്? ഖാല അബൂഹ, അപ്പോൾ പിതാവ് പറഞ്ഞു, ലഖദ് ഖതറലഹ, അവൾക്കും തോന്നി. ലഖദ് ഖതറലഹ, അവൾക്ക് തോന്നി. ഹാദിൽ ഖാത്തിർ, പിന്നെ ഈ ഒരു ചിന്ത. യാ ബുനയ്യത്തി, എൻ്റെ കൊച്ചുമോളെ, അവൾക്കും ഈ ഒരു ചിന്ത തോന്നിയിട്ടുണ്ട്. അല്ലയോ? ഫക്കറത്ത് ബിഹി, അവൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ആര്? നമ്മുടെ ഈ സ്വഹാബി വനിത. മനസ്സിലായില്ലേ? വഹിയ, അവൾക്ക് ഏതവസ്ഥയിൽ? വഹിയ, അവൾ കണ്ടു. വഹിയ തറ, അവൾ കണ്ടു. ജുമുഅൽ മുസ്ലിമീന, മുസ്ലിങ്ങളെ, മിനി റിജാലി, ആണുങ്ങളിൽ നിന്നുള്ള, അപ്പോൾ പുരുഷന്മാർ, ചില മുസ്ലിം പുരുഷന്മാരെ അവൾ കണ്ടു. യതദാഫൗന, അവർ തിക്കും തിരക്കും കൂട്ടുന്നു. ലിൽ മുഷാറകത്ത് ഫി ഗസ്വതി ബദർ, ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ തിക്കും തിരക്കും കൂട്ടുകയാണ്. അപ്പോൾ ഈ ഒരു ചിന്ത അവൾക്കും വന്നു കഴിഞ്ഞു. ഫസഅലത്ത്, അപ്പോൾ അവളുടെ നഫ്സിനോട് തന്നെ, ആത്മാവിനോട് തന്നെ ചോദിച്ചു, ഹൽ കുതിബൽ ജിഹാദു, ഈ ഒരു യുദ്ധം എഴുതപ്പെട്ടിട്ടുണ്ടോ? അലൽ റിജാലി വഹദഹും, ആണുങ്ങൾക്ക് മാത്രം. ദൂനൻ നിസാ, പെണ്ണുങ്ങൾക്ക് ഈ യുദ്ധം ഒന്നും പറഞ്ഞിട്ടില്ല, ആണുങ്ങൾക്ക് മാത്രമാണ് ഈ യുദ്ധം എഴുതപ്പെട്ടിട്ടുള്ളത്, യുദ്ധം പറഞ്ഞിട്ടുള്ളത്. വൈല്ലം നസ്തതി, നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, ഇതൊക്കെ അവളെ മനസ്സിൽ പറയാൻ കേട്ടോ. വൈല്ലം നസ്തതി, നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, ഹമല സിലാഹി, ആയുധം പൊക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ഫഹൽ നല്ലു ഖൈദാത്തിൽ ബുയൂത്തി, നമ്മളിങ്ങനെ വീട്ടിൽ ഇരിക്കുകയാണോ വേണ്ടത്? ഏതവസ്ഥയിൽ? വറഹൽ ഹർബി, യുദ്ധത്തിൻ്റെ പിന്നെ ആസുകൽ ദാഇറത്തുൻ, അതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ റഹൽ ഹർബ് പറഞ്ഞാൽ വളരെ യുദ്ധത്തിൻ്റെ പിന്നെ കൊടുമ്പിരി കൊള്ളുന്ന അവസ്ഥ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് നമ്മളിങ്ങനെ വീട്ടിലിരിക്കുകയാണോ വേണ്ടത്? നെഹ്നു വരിജാലു, നമ്മളും വരിജാലു, ആണുങ്ങളും സവാഉൻ, ഒരുപോലെ തന്നെ അല്ലേ? ഫിൽ ഈമാനി ബിദീനില്ല, അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസത്തിൽ, അള്ളാഹുവിനെ കൊണ്ടുള്ള അഥവാ അള്ളാഹുവിൻ്റെ ദീനിനെ കൊണ്ടുള്ള വിശ്വാസത്തിൽ നമ്മളും പുരുഷന്മാരും ഒരുപോലെ തന്നെയല്ലേ? എന്നിട്ട് പുരുഷന്മാർ യുദ്ധത്തിന് പോവുകയും നമ്മളിങ്ങനെ വീട്ടിലിരിക്കുകയും ചെയ്യുന്നത് നല്ലതാണോ? കാലത്തിൽ ഫതാത്തു, അപ്പോൾ നമ്മുടെ കഥാപാത്രമായ നുസൈബ, മനസ്സിലായി? കഥാപാത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ ഉപ്പയോട് കൂടെ ഇരിക്കുന്ന നുസൈബ എന്ന ബാഗ്ദാദിലെ പെൺകുട്ടി. അപ്പോൾ അവൾ ചോദിച്ചു, ഇപ്പോൾ മാതാ സ്വഹാബി, എന്നിട്ട് അവൾ എന്താണ് ചെയ്തത്? നമ്മുടെ മെയിൻ കഥാപാത്രമായ സ്വഹാബി വനിത, അവൾ എന്താണ് പിതാവെ ചെയ്തത്? കൈഫ ഷാറക്കത്ത് റിജാൽ ഫിൽ ഖിതാൽ, കൈഫ എങ്ങനെയാണ് ഷാറക്കത്ത് മഹദി പങ്കെടുത്തത്? റിജാല, പുരുഷന്മാരോട് കൂടെ, ഫിൽ ഖിതാലി, യുദ്ധത്തിൽ. ഖാല അബൂഹ, അവരുടെ ഉപ്പ പറഞ്ഞു, റഅത്ത്, കണ്ടു. ഹാദിഹിൽ മർഅത്തുൽ ബാസില, ഈ ഒരു ധീരയായ വനിത കണ്ടു, നമ്മുടെ സ്വഹാബി വനിത കണ്ടു. എന്ത്? അന്നലിൽ ജിഹാദി, യുദ്ധത്തിനുണ്ട് തുറക്കാൻ അതീത, ഒരുപാട് വഴികളുണ്ട്. വലൈസ ബിസ്സൈഫി വഹദഹു, ഈ വാളുകൊണ്ട് മാത്രം അല്ല യകൂനുൽ ജിഹാദു, യുദ്ധമാവുക. വാളുകൊണ്ട് യുദ്ധം ചെയ്താൽ മാത്രമല്ല യുദ്ധമാവുക. ഫഅഖദത്തിൽ അസ്മ, അവൾ പിന്നെ ഒരു തീരുമാനം ഉറപ്പിച്ചു. അലൽ മുഷാറക്കത്തി, പങ്കെടുക്കാൻ വേണ്ടി, ഫിൽ ഖിതാലി, യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവൾ തീരുമാനം ഉറപ്പിച്ചു. ഫതഖദ്ദമത്, അവൾ മുന്നിടിയിച്ചു. സുല്ലത്തം മിൻ നിസാഇ ഖൗമിഹ, അവളുടെ സമൂഹത്തിൽ, അവളുടെ ഗോത്രത്തിലെ കുറച്ച് സ്ത്രീകളെയും അവൾ മുന്നിടിയിപ്പിച്ചെന്ന് പറഞ്ഞാൽ അവരെയും കൊണ്ട് അവൾ പോയി. വൻതലഖത് ബിഹിന്ന, അവരെയും കൊണ്ട്, ആ സ്ത്രീകളെയും കൊണ്ട് പോയി. ഖൽഫ ജയ്ഷിൽ മുസ്ലിമീന, മുസ്ലിം സൈന്യത്തിൻ്റെ പിന്നാലെ പോയി. വമാ അൻ ദാറത്തിൽ മഅരികതു വഹമാവതി സുഹ വജുരിഹ ഫിഹ ബഅദുൽ മുസ്ലിമീൻ. വമാ അൻ ദാറത്തിൽ മഅരിക, യുദ്ധം തുടങ്ങിയതേയുള്ളൂ. വഹമാവതി സുഹ, ആ യുദ്ധത്തിൻ്റെ പിന്നെ യുദ്ധം കൊടുമ്പിരി കൊണ്ടു. അയ്യോ, ഹമിയവതി സുഹ, യുദ്ധം കൊടുമ്പിരി കൊണ്ടു. വത്തീസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് മദ്യം, നടു എന്നുള്ള അർത്ഥത്തിലാണ്, മനസ്സിലായോ? അപ്പോൾ അത് യുദ്ധം കൊടുമ്പിരി കൊണ്ടു. വജുരിഹ ഫിഹ,
ആ യുദ്ധത്തിൽ പരിക്കേറ്റു ബഅദുൽ മുസ്ലിമീന ചില മുസ്ലിങ്ങൾക്ക്. ഹത്ത അങ്ങനെ ഖാമത് ബിദൗരിഹ അവർക്ക് ചുറ്റും മഹദി നിന്നു ഫിൽ മുവാസാത്തി അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് മഹദി അവർക്ക് ചുറ്റും നിന്നു. വത്ത് തിബീബി അവരെ ചികിത്സിച്ചുകൊണ്ടും വത്തമീദിൽ ജിറാഹി മുറിവുകൾ വെച്ച് കെട്ടിയിട്ടും ഇസ്ആഫിൽ മുസാബീന പരിക്ക് പറ്റിയവരേക്ക് മരുന്ന് പുരട്ടി കൊടുത്തിട്ടും മഹദി അവർക്ക് ചുറ്റും അവരെ പരിചരിച്ചു നിന്നു. കാലത്തിൽ ഫത്താത്തു അപ്പോൾ നമ്മളുടെ സ്ത്രീ നമ്മുടെ നുസൈബ പറഞ്ഞു, ഹുസ്നൻ മാ ഫഅലതുഹു യാബി, അവൾ ചെയ്തെത്ര മഹത്തരമാണ് പിതാവെ, എത്ര മനോഹരമാണ്. ഫഖദ് അദ്ദത് മഹദി വീട്ടിയിരിക്കുന്നു വാജിബഹ മഹദിയുടെ കടമ വീട്ടിയിരിക്കുന്നു. മാ ഹുവാദിഹൽ മുഅ്മിനാത്തി തൻ്റെ സഹോദരങ്ങളായ മുസ്ലിം വനിതകളോടുകൂടെ ഫിഹാദിഹിൽ മാരിക്കത്തിൽ ബാസില ഈ ഒരു കുടുംബിരി കൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ മഹദിയുടെ കടമ നിറവേറ്റിയിരിക്കുന്നു പിതാവ്. ഖലബുഹ അപ്പോൾ അവളുടെ പിതാവ് പറഞ്ഞു, ലാകിന്നഹ പക്ഷേ ലം തക്തഫി വിദാലിക മഹദി അതുകൊണ്ടൊന്നും മഹദി മതിയാക്കിയില്ല. ബൽ മറിച്ച് അജ്ഹദത് നഫ്സഹ തൻ്റെ നഫ്സിനെ അവൾ പരിശ്രമിപ്പിച്ചു. ഫിത്ത് അറുഫി അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൾ പരിശ്രമിച്ചു. അലൽ കസീരി ഒരുപാട് ആളുകൾക്ക് മിൻ ഫുനൂനി തംബ്രീലി ഈ ഒരു ചികിത്സയുടെ ഒരുപാട് ഫന്നുകൾ അതിനെക്കുറിച്ചിട്ട് അവബോധം ഉണ്ടാക്കാൻ, അപ്പോൾ ഒരുപാട് ചികിത്സാ രീതികളെ കുറിച്ചിട്ട് ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മഹദി പരിശ്രമിച്ചു എന്നർത്ഥം അല്ലയോ. അപ്പോൾ ഒരുപാട് ബൽ അജ്ഹദത് നഫ്സഹ നഫ്സിനെ പരിശ്രമിപ്പിച്ചു. ഫിത്തഅറഫി ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അലൽ കസീരി മിൻ ഫുനൂനി തംബ്രീലി ഈ ചികിത്സയുടെ ഒരുപാട് മേഖലകളെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് അവൾ പരിശ്രമിച്ചു. വഖാവത്ത് അവൾ തയ്യാറാക്കി ലഹ മഹദിക്ക് വേണ്ടി അവൾക്ക് വേണ്ടിയിട്ട് ഖൈമത്തിന് ഒരു ടെൻറ്റിനെ. എങ്ങനത്തെ ടെൻറ്റ്? കാനൽ മറന്ന രോഗികളായിരുന്നു യത്തറദ്ദൂന ഇലൈഹ മഹദിയുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരുന്നു. തമാറ സാമലുഹ മഹദിയുടെ ജോലിയിൽ മഹദി സ്കിൽഫുള്ളായി മാറി, കഴിവുള്ളവളായി മാറി. ഫി ഇലാജിഹിം അവരെ ചികിത്സിക്കുന്ന കാര്യത്തിൽ. വതസ്തജീബു മഹദി ഉത്തരം നൽകും ലിദഅവത്തിൽ ജിഹാദി യുദ്ധത്തിൻ്റെ വിളിയാളത്തിന്. ഫഷാറകത്ത് അങ്ങനെ മഹദി പങ്കെടുത്തു ഫിൽ അദീദി മിനൽ മആരിക്ക് ഒരുപാട് യുദ്ധങ്ങളിൽ. തഅസു അവരെ ആശ്വസിപ്പിക്കുന്നവരായിട്ട്, വതുദാവി അവർ പരിശോധിക്കുന്നവരായിട്ട്, അവർക്ക് മരുന്ന് നൽകുന്നവരായിട്ട്, ദൂന അൻ യസ്തുറ ഉണ്ടാവാതെ മൻഫിഹ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഒരാൾക്കും ഉണ്ടാവാത്ത രീതിയിൽ, എന്തുണ്ടാവാത്ത രീതിയിൽ യുദല്ലു അല ശിക്വ ഒരു പരാതിയുടെ മേൽ അറിയിക്കുന്ന ഒന്നും ഇല്ലാതെ, ഔ തദമ്മർ അല്ലെങ്കിൽ അതുപോലത്തെ വല്ല ആക്ഷേപങ്ങൾ, അങ്ങനെ ഒരു ആക്ഷേപവും ഇല്ലാതെ, ആക്ഷേപത്തിൻ്റെ മേലോ പരാതിയുടെ മേലോ അറിയിക്കുന്ന ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ മഹദി ബാക്കിയുള്ള ആളുകളെ പരിശോധിക്കുകയും അവർക്ക് മരുന്നുകൾ നൽകുകയും ചെയ്തു. മനസ്സിലായോ? ബൽ എന്ന് മാത്രമല്ല കാനത്ത് മഹദി ആയിരുന്നു മുതഫാനിയത്തൻ സ്വയം നശിക്കുന്നവളായിരുന്നു. ഫി അമലിഹ അവരുടെ അമലിൽ നശിക്കുക പറഞ്ഞാൽ നന്മ ചെയ്ത് അങ്ങേയറ്റം നന്മ ചെയ്യാന്നർത്ഥം. തെബുദുലു മഹദി ചെലവഴിക്കും അക്സാ ജുഹദിഹ മഹദിയുടെ അങ്ങേയറ്റത്തെ പരിശ്രമം. ദൂനക്കലനിൽ ഒരു മടിയും കൂടാതെ മഹദി അങ്ങേയറ്റം പരിശ്രമിക്കുമായിരുന്നു. മിൻ അജലി റാഹത്തിൽ ജുറഹ എന്ത് കാരണം? മിൻ അജലി റാഹത്തിൽ ജുറഹ ഈ ഒരു പരിക്കേറ്റ ആളുകൾക്ക് ഒരു സമാധാനം കിട്ടുമല്ലോ എന്ന കാരണത്താൽ. ഒത്തുബീബിഹിം അതുപോലെ അവരെ എന്തിലും മഹദി മുഴുകി. കാനത്ത് മുത്തഫാനിയത്തിൻ ഫി അമലിഹ അവളുടെ അമലുകളിൽ അവൾ എന്തായിരുന്നു? അങ്ങേയറ്റം സ്വയം ശരീരത്തെ നശിപ്പിക്കുന്നവളായിരുന്നു. അതുപോലെ വത്തബീബിഹിം ബാക്കിയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നതിലും, ഗുണങ്ങൾ ചെയ്യുന്നതിലും ചികിത്സ ചെയ്യുന്നതിലും. എന്തിനാണ് അവൾ ചികിത്സ ചെയ്യുന്നത്? ത്വാലിബദം ബിദാലിക്ക അതുകൊണ്ട് ആഗ്രഹിച്ചിട്ട് ലിദാ റബ്ബിഹ അള്ളാഹുവിൻ്റെ തൃപ്തി, വനുസ്രത്ത് ദീനിഹ തൻ്റെ ദീനിനെ സഹായിക്കലും. കാലത്തിൽ ഫത്താത്തു അപ്പോൾ നമ്മുടെ യുവതി പറഞ്ഞു, ലഖദ് ഇസ്തഖത്തു ഇപ്പോഴും ഈ പിതാവ് ഈ മഹദിയുടെ സ്വഹാബി വനിതയുടെ പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ കാലത്തിൽ ഫത്താത്തു ഈ യുവതി ചോദിച്ചു, ലഖദ് ഇസ്തഖത്തു പിതാവേ യാബി എൻ്റെ പിതാവേ എനിക്ക് ആഗ്രഹമുണ്ട് ഇലാ മഅരിഫതി ഹാദിഹിൽ മർഅത്തിൽ ഫാദില ഈ ഒരു മഹദിയായ മഹോന്നതയായ ഈ ഒരു സച്ചരിതയായ ഈ സ്ത്രീയെക്കുറിച്ച് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഫമൻ ഹിയ ആരാണ് അവൾ? വഖബല അൻ യറുദ്ദ അബൂഹ
തൻ്റെ വഖബല യറുദ്ദ ഉത്തരം നൽകുന്നതിന് മുമ്പ് അബൂഹ അവരുടെ പിതാവ് അല സുഹാലിഹ അവരുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് മുമ്പ് നളറ അദ്ദേഹം നോക്കി ഇലൻ നാഫിദ ജനൽ വഴി നോക്കി, ജനലിലേക്ക് നോക്കി. വഖാല എന്നിട്ട് പറഞ്ഞു, ഇന്ന അഹാഖാൻ നിന്റെ സഹോദരൻ അമ്മാറ ഖാദിമുൻ ഇലൈന നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. വഹുവ അവൻ ദൂ മാരിഫത്തിൻ അറിയുന്നവനാണ് ബിബഅദി അഖ്ബാരി താരീഖി ചില ചരിത്ര വസ്തുതകളെക്കുറിച്ച് അറിയുന്ന ആളാണ് എൻ്റെ സഹോദരനായിട്ടുള്ള അമ്മാറ. അതുകൊണ്ട് ഇസ്തലിഹി അവനോട് ചോദിക്കുക അനിൽ മർ ഈ നമ്മൾ ഇതുവരെ സംസാരിച്ച സ്ത്രീയെക്കുറിച്ച്. ഫഇന്നി ഞാൻ പിതാവ് പറയാണ്ടോ ഫഇന്നി അപ്പോൾ ഞാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ ഉദ്ദേശിക്കുന്നു അൻ അഖ്തബിറ മഅലൂമാതി അവൻ്റെ അറിവുകളെക്കുറിച്ചൊക്കെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കണം. ദഖല അമ്മാറ വന്നു. വബഅദ അൻ സല്ലമ അലാ അബീ തൻ്റെ പിതാവിൻ്റെ മേൽ സലാം പറഞ്ഞതിന് ശേഷം ഖാല ലിഖ്ദിഹി തൻ്റെ സഹോദരിയോട് അവൻ ചോദിച്ചു, സഹോദരി നമ്മുടെ ഈ നുസൈബ, ഇന്നൊക്കെ നീ ലാ തജ്ലിസീന നീ ഇരിക്കാറില്ലല്ലോ ഹാദിയത്തിന് വളരെ ശാന്തയായിട്ട്, സ്വാഗതത്തിന് വളരെ ശ്രദ്ധാലുവായിട്ട്, ഇല്ല എന്ത് സമായിക്കാൻ നീ കേൾക്കുന്ന സമയത്തല്ലാതെ ഖിസ്സത്തൻ ഒരു കഥ ആജബത്ത് മിൻ നബി എൻ്റെ പിതാവിൽ നിന്നും നിന്നെ അത്ഭുതപ്പെടുത്തുന്ന വല്ല കഥ കേൾക്കുന്ന സമയത്തല്ലാതെ നിന്നെ ഇത്രമാത്രം ശാന്തയായിട്ടോ അല്ലെങ്കിൽ ശ്രദ്ധാലുവായിട്ടോ ഞാനിതുവരെ കാണാറില്ലല്ലോ. കാലത്തിൽ ഫത്താത്തു അപ്പോൾ നമ്മുടെ സ്ത്രീ പറഞ്ഞു, ലാ ഫുല്ല ഫൂക്ക അല്ലേ, നമ്മൾ സാധാരണ പറയില്ലേ ഉണ്ടാതെ അവിടെ ഇരുന്നൊക്കെ പറയില്ലേ, അവൻ എൻ്റെ വായ കീറാതിരിക്കട്ടെ അല്ലായോ, ലാ ഫുല്ല പൂക്ക അല്ലായോ, ഫുല്ല എന്ന് പറഞ്ഞാൽ അവിടെ കീറുക എന്നാണ്. അപ്പോൾ ഒന്ന് മിണ്ടാതിരുന്നോ യാഹ എൻ്റെ സഹോദര, ഇന്നെല്ലാം പറ കഥാലി കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞു വരികയാണ്. വഹക്കത്ത് അവൾ പറഞ്ഞു ലഹു അവനോട് ഹിക്കായത്തിൽ മറ അതി തഖയ്യ ആ സച്ചരിതയായിട്ടുള്ള സ്ത്രീയുടെ കഥ പറഞ്ഞു. ഏത് കമാ സമിയാത്ത് ഹാമിൻ അബിഹ തൻ്റെ പിതാവിൽ നിന്നും അവൾ കേട്ട് അതേപോലെ സഹോദരനോട് പറഞ്ഞു കൊടുത്തു. സുമ്മ എന്നിട്ട് അർദഫത്ത് ഖായിലത്തൻ അവൾ പറയുന്നവരായിട്ട് തുടർന്നു, അവൾ പറഞ്ഞു എന്നർത്ഥം. വലാക്കിൻ പക്ഷേ അബാക്കാൻ എൻ്റെ പിതാവ് അഥവാ അവളുടെയും പിതാവാണ് ലം യഫ്സെ വിശദീകരിച്ച് തന്നിട്ടില്ല അനിസ്മിഹ മഹദിയുടെ പേര്. ഫൽ താരിഫുഹ യാ അമ്മാറ നിനക്ക് മഹദിയുടെ പേര് അറിയോ? കാല അമ്മാറ പറഞ്ഞു, കൈഫല ആരിഫുഹ എങ്ങനെ എനിക്കറിയാതിരിക്കും. വ കുഞ്ഞത്തുഹ അവരുടെ കുഞ്ഞത്ത് കുഞ്ഞത്തി ഉമ്മിന നമ്മുടെ ഉമ്മയുടെ കുഞ്ഞത്ത് പോലെയാണ്. വസ്മുഹ അവരുടെ പേര് കസ്മിക്ക നിന്റെ പേര് പോലെയാണ്. വഖഫത്തിൽ ഫതാത്തു അപ്പോൾ നമ്മുടെ സ്ത്രീ എന്ത് ചെയ്തു പിന്നെ നിന്നു. വഖദ് അലതിദ്ദഹ്ശ അവൾക്ക് അമ്പരപ്പ് കൂടിയിട്ടുണ്ട്. വജ്ഹ അവരുടെ മുഖത്ത് അവൾക്ക് അമ്പരപ്പ്, അവരുടെ മുഖത്ത് അവരുടെ അമ്പരപ്പ് കാണാമായിരുന്നു. മനസ്സിലായോ? അലാർണ ഉയരാ ദഹ്ശത്ത് അമ്പരപ്പ്, അവരുടെ മുഖത്ത് അമ്പരപ്പ് വളരെ പ്രകടമായി. വഖാലത്ത് എന്നിട്ട് പറഞ്ഞു എന്ന് ചോദിച്ചു, ഇസ്മുഹ അവരുടെ പേര് നുസൈബ എന്നാണ് അല്ലേ. വ ലഖബുഹ അവരുടെ ലഖബ് ഉമ്മ അമ്മാറ എന്നാണ് അല്ലേ. വഖാല അബൂഹ അവരുടെ പിതാവ് പറഞ്ഞു, നാം യാ നുസൈബ അതേ നുസൈബ, ഇസ്മു ഹാദിഹിൽ മർഅത്തിൽ ഫാളില ഈ ഒരു മഹദിയായ സ്ത്രീയുടെ പേര് നുസൈബ ബിൻത് സഅദ് അൽ അസ്ലമിയ എന്നാണ്. വകുന്യതുഹ അവരുടെ കുഞ്ഞത്ത് ഉമ്മു അമ്മാറ എന്നാണ് എന്ന് പിതാവ് പറഞ്ഞു. ഓക്കെ, പഠിക്കുക, മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.